എക്സിറ്റ് പോളുകൾ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് മറ്റൊരു ജനവിധി കൂടി. ഹരിയാനയിൽ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിന്ന് താഴേക്ക് പതിച്ച കോൺഗ്രസ്. ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസിന് ഇത് രാഷ്ട്രീയ വസന്തകാലം. ജിഷ്ണു, നമുക്ക് ഹരിയാനയിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. കാരണം ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ഹരിയാനയിലേക്കായിരുന്നു. കാരണം ഹരിയാനയുടെ ഭരണം കോൺഗ്രസിന് എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം തന്നെയായിരുന്നു നടന്നത്. എന്താണ് കോൺഗ്രസിന് സംഭവിച്ചത്? ജിഷ്ണു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതീക്ഷയുടെ കൊടുമുടിയിൽ നിന്ന് താഴേക്കുള്ള ഒരു പതനമായിരുന്നു. ആദ്യം ഇന്ന് വോട്ടെണ്ണൽ തുടങ്ങുമ്പോഴെല്ലാം തന്നെ കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നു, ഉയർന്നു നിൽക്കുന്നു, വിജയം ഉറപ്പിച്ചു എന്നുള്ള ആഘോഷം തുടങ്ങുന്നു. പക്ഷെ പെട്ടെന്നാണ് എല്ലാം തകിടം പറയുന്നത്. എന്താണ് ഹരിയാനയിൽ ശരി സംഭവിച്ചത്? എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് തന്നെ ഈ പ്രശ്നത്തെ പഠിച്ചു തുടങ്ങണം എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഭൂപീന്ദർ ഹൂഡ എന്ന കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവിന്റെ എല്ലാ തരത്തിലുമുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയും പൂർണ്ണമായും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അവിടെ 60 പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച BJP രംഗത്ത് വന്ന അങ്ങനെയായിരുന്നു. 60 പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചുകൊണ്ട് BJP രംഗത്ത് വന്നപ്പോൾ നേരത്തെ പരാജയപ്പെട്ട 17 സ്ഥാനാർത്ഥികളെ ആവർത്തിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. അത് വലിയ രീതിയിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് മൂന്നാം തവണ വീണ്ടും ഭരണം പിടിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇന്ത്യയെ പോലൊരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. നെക്ക് ടു നെക്ക് ഫൈറ്റ് കാഴ്ചവെച്ചു. 5-5 നിന്നു. 14-ലും 19-ലും 10 സീറ്റും BJP നേടിയ സമയത്ത് ഈ 2024 എത്തുമ്പോഴത്തേക്കും പകുതിയോളം സീറ്റുകൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു. എന്നാൽ ആ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ പിന്നീട് കോൺഗ്രസിന് സാധിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൂർണ്ണമായും ഭൂപീന്ദർ ഹൂഡയെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് അപകടമായോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതേസമയത്ത് കുമാരി ഷെൽജയെ മാറ്റി നിർത്തി എന്ന പരാതി അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കുമാരി ഷെൽജയ്ക്ക് സ്വാധീനമുള്ള ദളിത് വോട്ടുകളാണ് കൂടുതലായി കോൺഗ്രസിലേക്ക് വന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഒരുപാട് കാര്യമുണ്ട്. അതായത് ഈ നായബ് സിംഗ് സൈനി എന്ന് പറയുന്ന പുതിയ മുഖ്യമന്ത്രി അവർ അവതരിപ്പിക്കുന്നത് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത് അതൊരു അബദ്ധമായിരുന്നു എന്ന തരത്തിലായിരുന്നു. എന്നാൽ നായബ് സിംഗ് സൈനിയെ അവതരിപ്പിച്ചത് BJPക്ക് പോസിറ്റീവായി എന്ന് വേണം നമ്മൾ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. അതായത് നോൺ ജാട്ട് വോട്ടുകൾ 27% ജാട്ട് വോട്ടുകളിൽ കോൺഗ്രസ് കോൺസെൻട്രേറ്റ് ചെയ്ത സമയത്ത് ബാക്കി വരുന്ന 73% വരുന്ന നോൺ ജാട്ട് വോട്ടുകളിലേക്ക് BJP കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നു. സൈനി വിഭാഗം, മറാത്താസ്, അതുപോലെ കശ്യപ്സ്, യാദവ വിഭാഗങ്ങൾ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പുതിയ നോൺ ജാറ്റ് വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ BJPക്ക് സാധിച്ചു എന്നുകൂടി നമ്മളിവിടെ വിലയിരുത്തണമെന്ന് തോന്നുന്നു. കോൺഗ്രസിന്റെ സ്ട്രാറ്റജി പരാജയപ്പെടുകയും അതുപോലെ തന്നെ BJPയുടെ സ്ട്രാറ്റജി വിജയിക്കുകയും ചെയ്തു. കോൺഗ്രസ് കൂടുതലായിട്ടും ജാട്ട് വോട്ടുകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ നോൺ ജാട്ടുകൾ, ഇതര വിഭാഗങ്ങളിലേക്കുള്ള ജാട്ട് ഇതര വിഭാഗങ്ങളിലേക്കുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ നടപ്പിലാക്കിക്കൊണ്ട് സൈനി അവസാന നിമിഷം നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം BJPയെ രക്ഷിച്ചു എന്ന് തന്നെ പറയാം. അതെ, സൈനിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ശരിക്കും ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് സൈനിയുടെ വിജയം തന്നെയാണ്. കോൺഗ്രസിന് ഇവിടെ സംഭവിച്ചത് ഒരു ഹൂഡയെ അമിതമായി ഡിപ്പെൻഡ് ചെയ്തു. സീറ്റ് നിർണയത്തിന് മുമ്പ് തന്നെ ആര് മുഖ്യമന്ത്രിയാവുമെന്ന തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനാകണം എന്ന 3 പേരും. പക്ഷേ ഈ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കർഷക സമരം, നമ്മൾ ഇലക്ഷന് മുമ്പുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആപ്പ് കൂടെ ഉണ്ടായിരുന്നതാണ് 5 സീറ്റുകൾ നേടിയത്. പക്ഷേ കർഷക സമരം ഉണ്ടായിരുന്നു. ജാട്ടുകളാണ് കർഷക സമരത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഗുസ്തി സമരം ഉണ്ടായിരുന്നു. ഗുസ്തി താരങ്ങൾ വരുന്നത് ഹരിയാനയിൽ നിന്നാണ്. വിനേഷ് ഫോഗട്ട് അവസാന നിമിഷം വരുന്നു. ബജ്രംഗ് പുനിയ വരുന്നു. കോൺഗ്രസിലെ അംഗമാവുന്ന ഒരാൾ മത്സരിക്കുന്നു. ഇതൊന്നും പക്ഷേ ഗ്രൗണ്ടിൽ കോൺഗ്രസിന് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയല്ലേ? അത് എനിക്ക് ജിഷ്ണു പറഞ്ഞതിൽ നിന്നാണ് എനിക്ക് തുടരാനുള്ളത്. അതായത് രാജസ്ഥാനിൽ BJP ഒരുക്കിയ തന്ത്രം തന്നെയാണ് ഇവിടെയും BJP ഒരുക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് BJPയുടെ വോട്ട് ഷെയർ നോക്കുക. വോട്ട് ഷെയർ ഇത്തവണ 2024 BJPയുടെ വോട്ട് ഷെയർ ഇപ്പോഴത്തെ ഒരു ശതമാനം വെച്ച് 39% ഉള്ളൂ. കോൺഗ്രസിന് 41% ഇപ്പോൾ 39.88 BJPയുടെ ഇപ്പോഴത്തെ. അതെ, അതായത് വോട്ട് ഷെയർ കോൺഗ്രസിനെക്കാളും കുറവാണ് ശതമാനക്കണക്ക്. പക്ഷേ BJPക്ക് സീറ്റുകൾ കൂടുന്നു. ഇത് രാജസ്ഥാനിൽ BJP വിജയിച്ച്
വിജയിച്ച തന്ത്രമാണ്. അത് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചതെന്നാണ് നമുക്ക് ഈ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് 2019 കോൺഗ്രസ്സിന് 28% ഹരിയാനയിൽ വോട്ട് ഷെയർ ഉണ്ടായിരുന്നത്, BJPക്ക് 37% ഉണ്ടായിരുന്നു. അന്ന് അവിടെ INLD 7% വോട്ട് പിടിച്ചു, JJP 15% വോട്ട് പിടിച്ചു, 10 സീറ്റുകൾ നേടി. അങ്ങനെയാണ് അവിടെ 2019 BJP, നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിലൊക്കെ പറഞ്ഞതുപോലെ BJP പരാജയപ്പെട്ടിട്ടും നമ്മൾ ടെക്നിക്കലി BJP പരാജയപ്പെട്ടിട്ടും JJP ആയിട്ട് ചേർന്ന് BJP അധികാരത്തിലേക്ക് വരുന്നത്. അത് തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു BJP പയറ്റി. അപ്പോൾ അങ്ങനെ പയറ്റിയപ്പോൾ സ്വാഭാവികമായിട്ടും കർഷക സമരം കോൺഗ്രസ് ഉയർത്തിയത് ഫലം കണ്ടില്ല. അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ ഫലം കണ്ടില്ല. ഒപ്പം ഈ ഗുസ്തി താരങ്ങളുടെ വിനേഷ് ഫോഗട്ടിനെ പോലെ ഒരു പ്രതീകമായിട്ട് കോൺഗ്രസ്സിന് വേണ്ടി മത്സരിച്ച ഒരാളുടെ വാക്കുകൾ ആരും കണക്കിലെടുത്തില്ല എന്നൊക്കെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സനൂപ്. 23 വർഷമാവുകയാണ് നരേന്ദ്രമോദി ഒരു അധികാര കേന്ദ്രത്തിലേക്ക് എത്തിയിട്ട്. അതായത് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി തുടങ്ങിയ നരേന്ദ്രമോദി ഇന്ന് 3ാമത് ഇന്ത്യ ഭരിക്കുന്നു. അതിലേക്ക് എത്തിയിട്ട് 23 വർഷം തികയാണ്. ആ ദിവസം ഹരിയാന പോലൊരു സംസ്ഥാനം BJPക്ക് വീണ്ടും തിരിച്ചു കിട്ടുകയാണ്, ഹാട്രിക്ക് തികയ്ക്കുകയാണ് BJP. അതൊരു വലിയ നേട്ടമായി കാണുകയാണ്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നൊക്കെ വാർത്തകളുമുണ്ട്. എനിക്ക് തോന്നുന്നേ ഇതിനകത്ത് നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണാതെ പോയ സാധനം, നമ്മൾ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് ആ ആത്മവിശ്വാസം, അതായത് ഞങ്ങൾ ഇത്തവണ ഇവിടെ വിജയിച്ചു കഴിഞ്ഞു എന്ന രീതിയിലായിരുന്നു കോൺഗ്രസ് വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഹരിയാന ഇത്തവണ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പിടിക്കുമെന്നാണ്. ആ ഒരു അമിതമായ ആത്മവിശ്വാസം അവരൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതിൽ പാളിച്ച പറ്റിയിട്ടുണ്ട്. കാരണം BJPക്ക് റിബൽ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു MP-യുടെ അമ്മ തന്നെ മത്സരിക്കുന്നു, സാവിത്രി ജിണ്ടൽ മത്സരിക്കുന്നു. അതുപോലും മുതലാക്കാനോ ഒന്നിനും സാധിക്കാത്ത ഒരു സാഹചര്യം ഹരിയാനയിൽ കണ്ടു. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് അമിതമായി ഈ കർഷക സമരം, കർഷകർ എല്ലാം കോൺഗ്രസിന് കൂടെയുണ്ട്, ഗുസ്തി താരങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്, അപ്പോൾ ഇതെല്ലാം ചേർന്ന് വോട്ടായി വരും എന്ന് അവർ കരുതി. റൂറൽ മേഖലയിലാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് വോട്ട് കിട്ടിയിട്ടുള്ള, സീറ്റുകൾ കിട്ടിയിട്ടുള്ള റൂറൽ മേഖലയിലാണ്. പക്ഷേ അർബൻ മേഖലയിൽ എല്ലാ കാലത്തെയും പോലെ BJP തന്നെയാണ്. എല്ലാ സമീപകാലത്ത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും അർബൻ മേഖല ഒരു BJPയുടെ നഗര കേന്ദ്രങ്ങൾ BJP കൈവിടുമെന്നൊക്കെ പ്രചാരണം ഉണ്ടായിരുന്നെങ്കിൽ കൂടി. പക്ഷേ ഞാൻ നോക്കുമ്പോൾ കർഷക സമരം നടന്ന സ്ഥലങ്ങൾ പോലും, പാനിപ്പത്ത് പോലുള്ള സ്ഥലങ്ങളെല്ലാം BJPയുടെ കയ്യിലാണ്. ഇപ്പോഴും സേഫ് ആയിട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ നമ്മൾ പരിശോധിക്കപ്പെടണം. എനിക്ക് തോന്നുന്നത് ഈ രാഷ്ട്രീയത്തെ ഭയങ്കരമായി വിശകലനം ചെയ്യുന്ന ചിന്തകന്മാരെല്ലാം ഇത് കാര്യം പരിഗണിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ആരും പ്രതീക്ഷിച്ചിട്ടില്ല പാനിപ്പത്ത്, അതുപോലെ സോനാപത്ത് പോലുള്ള കുരുക്ഷേത്ര മേഖലകൾ ഒരിക്കലും BJPക്ക് ഇത്തവണ കൂടെ ഉണ്ടാവുമെന്ന് കരുതില്ല. ഒരു ഘട്ടത്തിൽ ഭവാനിയിൽ CPM-ത്തിൻ്റെ അംഗമായിരുന്നു അദ്ദേഹം, ഓംപ്രകാശ് മുന്നോട്ട് വന്ന് കുറേ കാലം ലീഡ് എടുത്തിരുന്നുവെങ്കിൽ കൂടി പിന്നീട് അദ്ദേഹം പോലും BJPയുടെ മുന്നിൽ അടിപതറുകയാണ് ചെയ്തത്. കാരണം കർഷകരുടെ സമരം ഉണ്ടായ സ്ഥലങ്ങളെല്ലാം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി BJP തിരിച്ചുപിടിക്കുന്ന ഒരു കാഴ്ച. ഈ പ്രത്യേകിച്ച് ജാട്ട് വോട്ടുകൾ സ്പ്ലിറ്റായി പോയി തന്നെയാണ്. നമ്മൾ 2 ജാട്ട് പാർട്ടികൾ അവിടെയുണ്ട്. JJPയും ഉണ്ടായിരുന്നു, INLD ഉണ്ടായിരുന്നു. JJP പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ INLD 2 സീറ്റിൽ പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ജാട്ട് വോട്ടുകൾ ഇവർക്കല്ല വന്നിട്ടുള്ളത് എന്ന കാര്യവും വളരെ വ്യക്തമാണ്. ഇവരുടെ വോട്ട് ശതമാനം തന്നെ നമ്മൾ പരിശോധിച്ചാൽ INLD കഴിഞ്ഞ തവണ 7%-ലേറെ ഉണ്ടായിരുന്നു. ഇത്തവണ കോൺഗ്രസ് 4% മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ കൂടെ ഒന്ന് പറയാനുള്ളത്, കോൺഗ്രസ് ഇത്തവണ മത്സരിപ്പിച്ചത് 28 ജാട്ട് സ്ഥാനാർത്ഥികളെയാണ്, BJP മത്സരിപ്പിച്ചത് 16 ജാട്ട് സ്ഥാനാർത്ഥികളെയാണ്. അതായത് കോൺഗ്രസ് അമിതമായി, നേരത്തെ ജിഷ്ണു പറഞ്ഞതുപോലെ അമിതമായി ജാട്ട് കേന്ദ്രീകൃത വോട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഹൂഡ അങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഹൂഡയാണ് 70 സീറ്റ്, 90 സീറ്റിൽ 89 സീറ്റാണ് കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ 70 സീറ്റോളവും ഹൂഡയുടെ ആൾക്കാരാണ്. ഹൂഡയാണ് തീരുമാനിച്ചത്. 9 സീറ്റാണ് കുമാരി സെൽജയ്ക്ക് കൊടുത്തത്. അതുപോലെ സുർജേവാലയ്ക്ക് കിട്ടിയത് വെറും 3 സീറ്റാണ്, മകനടക്കം 3 സീറ്റാണ് കിട്ടിയത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ആളുകൾ ആണ് മത്സരിച്ചത്. അദ്ദേഹം ഈ ഹൂഡയുടെ ശക്തി എന്ന് പറയുന്നത് ജാട്ടുകളാണ്, ജാട്ടുകളും ഗുജ്ജാറുകളുടെയും വോട്ട് കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. അതുകൊണ്ടാണ് കാൻഡിഡേറ്റ് അങ്ങനെ വന്നത്. അത് അദ്ദേഹം സ്വതന്ത്രമായി അങ്ങ് ദേശീയ നേതൃത്വം വിട്ടുകൊടുത്ത പോലെയാണ്. മകനും വിട്ടുകൊടുത്തു. അതെ, അത് യാതൊരു വിധത്തിലും ഫലിച്ചില്ലെന്ന് മാത്രമല്ല BJPക്ക് ജാട്ട് മേഖലയിലേക്ക് കടന്നു കയറാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജാട്ട് മേഖലയിലേക്ക് കടന്നു കയറാൻ സാധിച്ചു, OBC മേഖലയിലേക്ക് കടന്നു കയറാൻ സാധിച്ചു. അതായത് ജിഷ്ണു, ഇതിന്റെ കൂടെ ഒന്ന് പറയാനുള്ളത്, ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ജാട്ട് 28% ജാട്ട്, പക്ഷേ നോൺ ജാട്ട് OBCയും എല്ലാം കൂടെ ചേർത്ത് 45% വോട്ടുണ്ട്. ആ വോട്ടുകൾ BJP ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതെ, അത് മാത്രം
മാത്രമല്ല, അതായത് BJP നഷ്ടമായത് ദളിത് വോട്ടുകൾ മാത്രമാണ്. ബാക്കിയെല്ലാം അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഇവിടെ കോൺഗ്രസിന് സംഭവിച്ച ഒരു അബദ്ധം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ സനൂപ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എന്താ പറയുക, BJP വിരുദ്ധമായി നിൽക്കുന്ന അല്ലെങ്കിൽ BJP ഇതര കക്ഷികൾ അല്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കുന്ന മറ്റ് കക്ഷികളെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നിടത്ത് ഒരു അബദ്ധം സംഭവിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ആം ആദ്മിയെ ഒരു തരത്തിലും പരിഗണിച്ചിരുന്നില്ല. ഇപ്പുറത്ത് നോക്കൂ, INLDയും BSPയും തമ്മിൽ ചെറിയൊരു ധാരണയിൽ അത് മുന്നോട്ട് പോകുന്നു. ഇപ്പുറത്ത് JJPയും ആസാദ് സമാജ് പാർട്ടിയും തമ്മിൽ ഒരു ധാരണയിൽ, ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടിയുമായി ധാരണയിൽ പോകുന്നു. അതായത് ഈ വോട്ടുകളെല്ലാം സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഇത് എത്തിക്കുകയാണ് ഇവരെ ചെയ്യുന്നത്. അതേസമയത്ത് BJP കോൺഗ്രസ് അവിടെ പ്രചാരണങ്ങളുമായി രംഗത്തെത്തുന്നതിനു മുമ്പ് തന്നെ BJP കളം പിടിച്ചിരുന്നു. അതായത് അവിടെ നടന്ന രാഷ്ട്രീയ റാലികളുടെ എണ്ണങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴേ BJP ഏകദേശം 150ഓളം റാലികൾ നടത്തിയ സമയത്ത് കോൺഗ്രസ് കേവലം 70 റാലികൾ മാത്രമാണ് നടത്തിയ റാലികളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ വന്നുമില്ല. അതെ, അത് മാത്രമല്ല, അതായത് ഒരു തരത്തിലും എന്താ പറയുക, പിന്നോട്ട് പോകാത്ത രീതിയിൽ, അതായത് എല്ലാ പഴുതും അടച്ചുകൊണ്ടുള്ള ഒരു പ്രചരണവും കാൽക്കുലേഷനുമായിരുന്നു BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും കണ്ണിങ് ആയി ചെയ്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഡേര സച്ചാ സൗദ നേതാവായ റാം റഹീം സിംഗിനെ, അതായത് ഗുർമീത് റാം റഹീം സിംഗിന് പരോൾ അനുവദിച്ച സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അദ്ദേഹത്തിന് 12ാം തവണയാണ് പരോൾ അനുവദിക്കുന്നത്. നേരത്തെ നമ്മുടെ തന്നെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് അദ്ദേഹത്തിന് ഈ 12 തവണ പരോൾ അനുവദിച്ച സമയത്തെല്ലാം അതിന് തൊട്ടടുത്തായി ഒരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിന് പരോൾ അനുവദിക്കുന്നത്. അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അനുയായികളിലേക്ക് എത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം BJPക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദളിത് വിഭാഗത്തിൽ പോലും സ്വാധീനമുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അദ്ദേഹം കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തത്, അദ്ദേഹം പരോളിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് BJPക്ക് വോട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളോട്. അപ്പോൾ ആ രീതിയിൽ ഏതൊക്കെ സാധ്യതകൾ പ്രയോഗിക്കാൻ സാധിക്കുമോ, ഏതൊക്കെ വഴിക്ക് വോട്ട് പിടിക്കാൻ സാധിക്കുമോ അതെല്ലാം ശ്രമിക്കണം, അതെല്ലാം നമ്മൾ ശ്രമിച്ചു എന്ന് ഉറപ്പുവരുത്തണമെന്ന രീതിയിലാണ് BJP മുന്നോട്ട് പോയത്. അത് BJP വിജയം കണ്ടു എന്ന് തന്നെ വേണം നമ്മൾ. റാം റഹീമിന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളാണ് സിർസ, ഹരിയാനയുടെ ഈ പറയുന്ന കർഷക മേഖലകളാണ്. അവിടെയാണ് ഈ കർഷക സമരം BJP വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം വരികയും ഇത് വലിയൊരു ആരാധക വൃന്ദമുണ്ട്. അത് ഏറ്റവും കൂടുതൽ OBC നിന്നാണ്, അത് മുന്നാക്ക ജാതിയിൽ നിന്നല്ല വരുന്നത്. ഇത്തവണ നോക്കുകയാണെങ്കിൽ യാദവുകൾ പാർട്ടികൾ വോട്ടുകളെല്ലാം തന്നെ BJPക്ക് അനുകൂലമായി വരുത്താൻ അവർക്ക് സാധിച്ചു. നമ്മൾ ഏറ്റവും കാണുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യിക്കുന്നതിൽ BJP ഗംഭീരമായി വിജയിച്ചു. കാരണം 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സർക്കാരാണ് ഹരിയാനയിലേത്. അതിൽ ജനങ്ങളുടെ സർക്കാർ വിരുദ്ധത എന്ന് പറഞ്ഞാൽ അതിഭീകരമായ അവസ്ഥയിൽ എത്തിയപ്പോഴാണ് മനോഹർലാൽ ഖട്ടാറിനെ മാറ്റുന്നത്. അത് സഖ്യകക്ഷിയായ JJP അടക്കമുള്ളവർ പിൻവാങ്ങിയതിനു ശേഷമാണ്. പകരം അവർ നയാബ് സിംഗ് സൈനിയെ കൊണ്ടുവന്ന് വളരെ ചുരുക്കം കാലമാണ് അദ്ദേഹം തിരിച്ച് അധികാരത്തിൽ കരുതുന്നില്ല. അതെ, വളരെ ചുരുക്കം ദിവസമായിരിക്കുന്നത്. പക്ഷേ ആ വന്നപ്പോൾ കോൺഗ്രസ് അപ്പോഴും ഈ പറയുന്ന ആത്മവിശ്വാസത്തിന് പുറത്ത് ഞങ്ങൾക്ക് ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് നേടാനാകും എന്ന ഈ ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ BJP ചെയ്ത് ഈ ഭരണവിരുദ്ധ വികാരത്തെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ സാധിക്കുമെന്ന അവരുടെ സ്ട്രാറ്റജി ഗംഭീരമായി വിജയിച്ചു. അവർക്ക് അവസാന ഘട്ടത്തിൽ ഇറങ്ങേണ്ട അവസാനത്തെ അടി അവരുടേതായിരുന്നു. അതാണ് ഈ പരോളൊക്കെ വരുന്നത്. ഈ സ്വതന്ത്രരായിട്ടുള്ള ചില സ്ഥാനാർത്ഥികളെ നിർത്തിയും BJP ഇതുപോലുള്ള ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം നമ്മളെല്ലാവരും വിചാരിച്ചില്ല, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 5 സീറ്റ് അവിടെ കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു സ്വാഭാവികമായിട്ട് കോൺഗ്രസ് വലിയ രീതിയിൽ നേട്ടം കൊയ്യുന്നു എന്ന് കോൺഗ്രസ് വിചാരിച്ചു, സാധാരണ ജനങ്ങൾ വിചാരിച്ചു. പക്ഷേ BJP വിചാരിച്ചത് എന്താണെന്ന് BJP ഇപ്പോൾ പറയുകയാണ്. കാരണം ഈ നായബ് സിംഗ് സൈനി വന്നതിന് ശേഷം 5 സീറ്റ് കിട്ടിയത് വലിയ കാര്യമായിട്ടാണ് BJP കണക്കാക്കിയത്. അതായത് 5 സീറ്റെങ്കിലും നിലനിർത്താനായത് വലിയ കാര്യമായിട്ടാണ് BJP കണക്കാക്കിയത്. അതായത് 10 സീറ്റും പോകുമെന്ന് വിചാരിച്ചിടത്ത് നിന്ന് 5 സീറ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ നിർണായകമായ സംഭവമാണ്. പിന്നെ ഈ 30 ദളിത് സീറ്റുകളിൽ 19 എണ്ണം കഴിഞ്ഞ തവണ ഇത്തവണ കോൺഗ്രസ് നേടിയിട്ടുണ്ട്. അതിൽ 10 എണ്ണം അധികമായിട്ട് നേടിയതാണ്, കഴിഞ്ഞ തവണത്തിൽ നിന്ന് അധികമായി നേടിയതാണ്. BJP 11 സീറ്റുകൾ ദളിത് സീറ്റുകളിൽ മുന്നിൽ പോയിട്ടുണ്ട്. അവിടെ 10 കഴിഞ്ഞ തവണ 10 ആയിരുന്നു. മനസ്സിലായോ? ഈ ബാഗർ മേഖലയാണ് ഈ പറയുന്ന പ്രദേശം ദളിത് അപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, കുമാരി ശൈലജ പറഞ്ഞത് 90 സീറ്റുകളിൽ 20 സീറ്റ് ദളിതർക്ക് നൽകണമെന്നാണ്. പക്ഷേ അവിടെ അത് അവരുടെ ആവശ്യം
നിറവേറ്റപ്പെട്ടിട്ടില്ല. അതായത് മോദിയുടെ കരിസ്മയും ഇതിനൊപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അല്ലേ? അവിടെ മോദി ഇത്തവണ ഹരിയാന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അധികം ഭീകരമായ അദ്ദേഹത്തിന്റെ ബ്രാൻഡ് ഉയർത്തി കാണിച്ചിട്ടുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ മോദി വളരെ ബുദ്ധിപരമായ വേറെ ചില കാര്യങ്ങൾ നീക്കിയിരുന്നു. അതായത് BJP സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. എന്തുകൊണ്ട് മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഹരിയാന വിജയിക്കുക എന്നുള്ളതാണ്. കശ്മീരും ഹരിയാനയും വിജയിക്കുക എന്നുള്ള BJP സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഹരിയാന വിജയിക്കുക എന്നുള്ള വലിയ ഇതാണ്. അത് നേടിയാൽ മാത്രമേ മോദി ബ്രാൻഡിന് ഇപ്പോഴും വിലയുണ്ട്, അല്ലെങ്കിൽ സർക്കാർ താഴെ പോകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. വിലപേശൽ ശക്തിയായി ബാക്കിയെല്ലാവരും വളരുന്ന തടയാൻ ഹരിയാനയുടെ വിജയം അവർക്ക് ഇപ്പോൾ ഒരു ഊർജ്ജം നൽകുന്നുണ്ട്. ഇപ്പം മോദി ചെയ്തത് ധർമ്മേന്ദ്ര പ്രധാനെ ഇറക്കുക എന്നാണ്. അദ്ദേഹം മേഖലകൾ തിരിച്ചുകൊണ്ട് നേതാക്കൾക്ക് ചുമതല കൊടുക്കുക മാത്രമല്ല, പ്രചാരണത്തിനടക്കം വേറെ നേതാക്കളെയാണ് ചുമതലപ്പെടുന്നത്. എല്ലാത്തിൻ്റെയും ചുമതല ക്രോഡീകരിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വ്യക്തിയെ മാത്രം ഏൽപ്പിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാനെ കഴിഞ്ഞ കുറേ വർഷമായി അദ്ദേഹം സൈലൻ്റായി ഒറീസ പിടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. 2014 മുതൽ അദ്ദേഹത്തിന് ആ ദൗത്യമുണ്ട്. അദ്ദേഹം അത് നേടിക്കൊടുത്ത് ഒഡീഷ നവീൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നതാണ് ഹരിയാന. തോൽവി ഉറപ്പിച്ച ഒരു സ്ഥലത്ത് നിന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പാർട്ടിയെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹത്തിൻ്റെ തീർച്ചയായും അദ്ദേഹത്തിന് വലിയൊരു പങ്ക് ഇതിൽ ഉണ്ട്. അത് ധർമ്മേന്ദ്ര പ്രധാൻ മുന്നിൽ നിന്ന് കളിച്ചത് മോദിയെ രക്ഷിക്കുക എന്നത് തന്നെയാണ്. അപ്പം മോദിക്ക് ഇപ്പോൾ ധൈര്യത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കാണാം. BJP ആസ്ഥാനത്ത് പോയിട്ട് BJP സർക്കാർ എന്ന് തന്നെ വേണമെങ്കിൽ ഇന്ന് മാറ്റി പിടിക്കാനുള്ള ഒരു ആവേശം നൽകുന്ന റിസൾട്ട് തന്നെ ഹരിയാന നൽകിയിരിക്കുന്നത്. പക്ഷേ കാശ്മീരിൽ നിന്ന് അങ്ങനെയല്ല. ഈ മൈക്രോ മാനേജ്മെന്റിന്റെ കാര്യം പറയുമ്പോഴേ, അതായത് ഭയങ്കര അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ നമ്മുടെ ചർച്ചയിൽ ഞാനത് ആവർത്തിച്ചിരുന്നു. BJPക്ക് കിട്ടിയ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 46%. അതായത് അതേസമയത്ത് കോൺഗ്രസിന് 43%. കോൺഗ്രസ് 43-ൽ നിന്ന് 40 ആയിട്ടേ ഉള്ളൂ. 3% കുറവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. BJPക്ക് 46-ൽ നിന്ന് 39-ലേക്ക് കുറഞ്ഞു. ശരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് റിസൾട്ട് വന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് ഷെയർ കുറഞ്ഞു. 46-ൽ നിന്നും 39-ലേക്ക് എത്തി. 7% വോട്ട് കുറഞ്ഞിട്ടും അവർ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ഭരിക്കുന്നു എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വോട്ട് ഷെയർ ഒട്ടുമിക്ക സീറ്റുകളിലെയും ഭൂരിപക്ഷം എന്ന് പറയുന്നത് വളരെ നാമമാത്രമാണ്, വളരെ കുറവാണ്. ഒരുപക്ഷെ ഒന്നാഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ മറിച്ചിടാൻ പറ്റുമായിരുന്നു എന്ന് ഇപ്പോൾ കോൺഗ്രസിന് തോന്നുന്നു. ഇത് മൈക്രോ മാനേജ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ BJP ചെയ്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഗ്രാമങ്ങളിൽ ഷെഡ്യൂൾ കാസ്റ്റ് വോട്ടുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി. അതിന് ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള കുടുംബശ്രീ മാതൃകയിൽ ചില വനിതാ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ അവിടെയുള്ള ഈ ഷെഡ്യൂൾ കാസ്റ്റുകൾ പറയുന്നത് മോദിജി ഞങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. ആ രീതിയിലുള്ള വികാരം ഇളക്കി വിടുന്നതിലും BJP അവിടെ വിജയിച്ചു. ഇതെല്ലാം മൈക്രോ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. പ്രാദേശികമായി എന്താണ് വിഷയങ്ങൾ എടുക്കേണ്ടത്, ആ വിഷയം നേരത്തെ സനു പറഞ്ഞ പോലെ ധർമ്മേന്ദ്ര പ്രധാനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ വെച്ച് ഏതൊക്കെ വിഷയങ്ങൾ പ്രാദേശികമായി കൈകാര്യം ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് വളരെ സൈലൻ്റായി പ്രാദേശികമായ പ്രവർത്തനങ്ങളുമായി BJP മുന്നോട്ട് പോയി. അതിൻ്റെ വിജയം അവർക്ക് കിട്ടി. അപ്പോഴും ഈ വോട്ട് ഷെയർ കുറവാണ്, സീറ്റുകളുടെ എണ്ണം കൂടുകയും ചെയ്യും. നമ്മളിപ്പോൾ ഇത് ഹരിയാന സംസാരിച്ച് നിർത്തുന്നതിന് മുമ്പ് രണ്ട് പാർട്ടികളുടെ അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാവി ഇനി അങ്ങോട്ട് മുന്നോട്ട് എങ്ങനെയുള്ള കാര്യം കൂടെ പരിശോധിക്കുന്നുണ്ട്. JJP എന്ന പാർട്ടി കഴിഞ്ഞ തവണ 10 സീറ്റ് നേടി ഡെപ്യൂട്ടി CM ഒരുപക്ഷെ ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കാത്ത ഇതിലേക്കാണ് അവർ വന്നത്. ആ പാർട്ടി ഇപ്പോൾ ഒരു വട്ടപൂജ്യം എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. ആ സമയത്ത് അവർ പിളർത്തിയ INLD തിരിച്ചു കയറി വരുന്ന ഒരു ഇത് കാണിക്കുന്നു. പക്ഷേ 2 സീറ്റേ ഉള്ളെങ്കിൽ കൂടി അവർ വോട്ട് ശതമാനം 4% നിർത്തുന്നു. അവർ മറ്റവർ 15-ൽ നിന്ന് 14 സംതിങ്ങിൽ നിന്ന് 1%-ലേക്ക് JJP വീഴുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഹൂഡയുടെ കാര്യം, ഹൂഡ ഇനി എന്ത് ചെയ്യും, അതുപോലെ ദുഷ്യന്ത് എന്ത് ചെയ്യും? ദുഷ്യന്ത് ചൗത്താല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഓം പ്രകാശ് ചൗത്താല എന്ന് പറയുന്നത് ഹരിയാനയുടെ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ കൊച്ചുമകനായി രാഷ്ട്രീയത്തിലേക്ക് വന്ന ദുഷ്യന്ത് ചൗത്താല ഇന്ന് എത്തി നിൽക്കുന്നത് കയ്യിലൊന്നുമില്ലാതെ. അതായത് കഴിഞ്ഞ തവണ JJPയുടെ കൈവശം ഉണ്ടായിരുന്ന 10 സീറ്റിൻ്റെ ബലത്തിലാണ് BJP സർക്കാർ രൂപീകരിക്കുന്നത്. എന്നാൽ ഇത്തവണ ആ 10 സീറ്റും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക്, അതേസമയത്ത് വളരെ കംഫർട്ടബിളായി 10 സീറ്റോളം വർദ്ധിപ്പിച്ച് BJP അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായത് ചെറിയ പാർട്ടികൾ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക ഡൈനാമിക്സ് അവസാനിക്കുകയാണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യം ശക്തി കുറയാണ് ഹരിയാന വെച്ച് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ മൈക്രോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ തരത്തിൽ ഇപ്പോൾ കാശ്മീരിലെത്തുമ്പോൾ PDPക്ക് വന്നൊരു മാറ്റവും നമ്മൾ ഇതുമായി ചേർത്ത് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ആ രീതിയിൽ ഒരു മൈക്രോ മാനേജ്മെന്റ്, ഒരു മെഗാ നെറേറ്റീവ് വെച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ മൊത്തത്തിൽ പല ഘട്ടങ്ങളായിട്ട് ഹൈജാക്ക് ചെയ്യുന്ന തരത്തിലൊരു രീതിയിലേക്ക് BJP
ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അവിടെയാണ് ഇതെല്ലാം സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയും ഇവർക്ക് ഐക്യമില്ലാതായി സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നിടത്ത് വളരെ കംഫർട്ടബിളായി 7% വോട്ട് കുറഞ്ഞിട്ടും അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതേസമയത്ത് നമ്മളിനി ജമ്മു കാശ്മീർ നോക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരിൻ്റെ അവസ്ഥ മറ്റൊരു ചിത്രമാണ്. അതായത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു BJP അവിടെയും ഒരുപാട് കണക്കുകൂട്ടലുകൾ മുന്നിൽ കണ്ടിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് അഞ്ച് പേരെ ഈ ലഫ്റ്റനന്റ് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാമെന്ന് പറയുന്ന ഒരു പ്രത്യേക വലിയ വിമർശനങ്ങൾ നേരിടുന്ന ഒരു പ്രത്യേക ഓപ്ഷൻ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഈ പറഞ്ഞതുപോലെ മറ്റൊരു കംഫർട്ടബിൾ മെജോറിറ്റിയുമായി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ജമ്മു കാശ്മീരിൽ അധികാരത്തിലേക്ക് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്രസക്തമായ ഘട്ടത്തിൽ നിന്ന് ഒരു നേതാവ് തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് ഒമർ അബ്ദുള്ള കാണിച്ചു തരാണ്. അതായത് അദ്ദേഹം കേരളത്തിൽ മനോരമയുടെ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ മഞ്ഞുകാലത്തിനൊടുവിൽ വസന്തം വരും എന്നാണ്. ആ വസന്തം വരുമ്പോൾ അതായത് നേരത്തെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നാഷണൽ കോൺഫറൻസിന് ഇത് രാഷ്ട്രീയ വസന്തകാലമാണ്. അതായത് പാർട്ടിയുടെ ചുവന്ന കൊടി ജമ്മു കാശ്മീരിൽ വിജയ പതാകയായി മാറുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 15 സീറ്റിൽ നിന്നാണ് 2014 15 സീറ്റിൽ നിന്നാണ് ഈ തിരിച്ചുവരവ്. അതേസമയം PDP 2014 28 സീറ്റിൽ നിന്ന് നേരെ 4ലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അവിടെ BJP ഒരുപാട് തന്ത്രങ്ങൾ പയറ്റി. പക്ഷേ BJPയുടെ തന്ത്രങ്ങളെല്ലാം അപ്രസക്തമാകുന്ന രീതിയിലുള്ള നരേറ്റീവ് കൊണ്ടുവരാൻ ഒമർ അബ്ദുള്ളയ്ക്കും കോൺഗ്രസിനും അവിടെ കഴിഞ്ഞു എന്നുള്ളിടത്താണ് അവരുടെ വിജയം. BJPയുടെ ജമ്മു കാശ്മീരിലെ വളർച്ച നോക്കുകയാണെങ്കിൽ 2008 മുതലാണ് അവരിങ്ങനെ വളർന്നു വരുന്നത്. 2008 മുമ്പ് വരെ വളരെ നാമമാത്രമായ സീറ്റുകളിൽ വിജയിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. 2008 ആദ്യം പാടുന്ന സീറ്റ്, പിന്നെ അതിങ്ങനെ ഗ്രാജുവലി അതിങ്ങനെ വളർന്നു വരികയാണ്. ഇപ്പോൾ അവർ ഇത്തവണ അവർക്ക് ചെറിയൊരു അവർ പ്രതീക്ഷിച്ചത് 43 സീറ്റുള്ള ജമ്മു തൂത്തുവാരുകയും ബാക്കി താഴെ വാലിയിലുള്ള, അതായത് താഴ്വരയിൽ കാശ്മീരിലുള്ള ചെറു പാർട്ടികളെ കൊണ്ട് ഭരണം പിടിക്കാം, അതുപോലെ തന്നെ നോമിനേറ്റഡ് അംഗങ്ങൾ. ഇതായിരുന്നു BJP കണക്കൂട്ടിയത്. റാം മാധവനെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ചുമതല ഏൽപ്പിച്ചത് പോലും അതുതന്നെയാണ്. ആർട്ടിക്കിൾ 370 എന്ന എടുത്തു കളഞ്ഞ ശേഷം, ജമ്മു കാശ്മീരിനെ അതിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ ശേഷം, അതിനെ വിഭജിച്ച ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ് BJPക്ക് വളരെ പ്രസ്റ്റീജായിരുന്നു. കാരണം പുതിയ കശ്മീർ എന്നായിരുന്നു BJP മുന്നോട്ട് വെച്ച ആശയം, നയ കാശ്മീർ. അതായത് അതിനൊരു വിജയം ഉണ്ടാകുമെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ ജമ്മുവിൽ തന്നെ BJP അടി തെറ്റി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അവരുടെ സംസ്ഥാന അധ്യക്ഷൻ നൗഷേര എന്ന് പറഞ്ഞാൽ വളരെ ഹിന്ദു മെജോറിറ്റി ഉള്ള ജമ്മുവിലെ തന്നെ BJPയുടെ വലിയ ശക്തി കേന്ദ്രങ്ങളൊന്നാണ്. അവിടെ അദ്ദേഹം തോൽക്കുന്നു. മാത്രമല്ല BJP വിമതൻ പോലും അവിടെ 2ാം സ്ഥാനത്ത് എത്തുന്നു. BJP 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഏറ്റവും കൂടുതൽ ഹിന്ദു ഉള്ള റംബ മണ്ഡലത്തിൽ ഉണ്ടായ സംഭവമാണ്. റംബയിലും ബാനിയാണ് ഏറ്റവും കൂടുതൽ ഹിന്ദു മെജോറിറ്റി ഉള്ള. ആ 2 മണ്ഡലങ്ങളും BJPക്ക് കൈവിട്ടിരിക്കുന്നു. ഇതൊരു സൂചകമായിട്ട് വേണമെങ്കിൽ എടുക്കാം. കാരണം ജമ്മു കാശ്മീർ വിഭജിച്ചപ്പോൾ നമ്മളെല്ലാം കരുതിയിരുന്നത് ആർട്ടിക്കിൾ 370 കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ആ കാലം നമ്മളെല്ലാം കരുതിയിരുന്നത് എന്താ വെച്ചാൽ താഴ്വരയിൽ മാത്രമായിരിക്കും ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും BJPക്ക് ജമ്മു തൂത്തുവരാൻ സാധിക്കുന്നു. കാശ്മീരിലെ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയില്ല. അപ്പോൾ നമ്മളെല്ലാം കരുതിയിരുന്നത് ജമ്മുവിൽ ഇതിൻ്റെ ചലനങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, പക്ഷേ വാലിയിലാകുമെന്നാണ്. പക്ഷേ വാലിയിൽ മാത്രമല്ല, ജമ്മുവിലും ഇതിൻ്റെ ഒരു ചലനമുണ്ടായി എന്ന് തന്നെയാണ് എനിക്കത് ഇങ്ങനെ മൊത്തത്തിൽ ജമ്മു കാശ്മീരിൻ്റെ അടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. വോട്ട് ഷെയർ അവർ കൂടിയിട്ടുണ്ട്, വോട്ട് ശതമാനം കൂടിയിട്ടുണ്ട്, സീറ്റുകളുടെ എണ്ണം നേരിയ വ്യത്യാസമുണ്ട്. പക്ഷേ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ ജമ്മുവിൽ BJPക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ ഒരു വീഴ്ച തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ഹരിയാനയിൽ കോൺഗ്രസിനാണ് എന്താണോ കണ്ടത്, അതിവിടെ BJPയിലായിരുന്നു എന്ന് മാത്രം. നേതാക്കന്മാരെ സീറ്റ് കിട്ടാത്തതിൻ്റെ പ്രശ്നം, നേരത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രശ്നം, അതുപോലെ മറ്റ് ചെറു പാർട്ടികളിൽ നിന്ന് പാർട്ടി മാറി വരുന്നവർക്ക് സ്ഥാനം കൊടുക്കുന്ന കോൺഗ്രസിന് നേരെ പറഞ്ഞിരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയും തിരിച്ചടിയായിട്ടുണ്ട് എന്നാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അത് മനസ്സിലാവുന്നത്. ഈ ഒമർ അബ്ദുള്ളയെ പറ്റി പറയുമ്പോഴേ, ഇപ്പോൾ ഒമർ അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പകവീട്ടലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമുള്ളയിൽ സ്വയം പരാജയപ്പെടുകയും പാർട്ടിയെ പരാജയപ്പെടുത്തി എഞ്ചിനീയർ റഷീദ് എന്ന ഒരു പ്രതിഭാസം ജമ്മു കാശ്മീരിലുണ്ടാകുന്നു. അദ്ദേഹത്തെ തിരിച്ചറിയാൻ ഞങ്ങൾ വൈകിപ്പോയി എന്ന് ഒമർ അബ്ദുള്ളയ്ക്ക് ഏറ്റുപറയേണ്ടി വരുന്നു. പിന്നീട് ഇവിടെ 2 സ്ഥലത്ത് മത്സരിക്കുകയാണ്, ഗാന്ധർബലിലും അതുപോലെ ബുഡ്ഗാമിലും മത്സരിക്കുകയാണ്. ഈ 2ഇടത്തും അദ്ദേഹം ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞാണ്, ബുഡ്ഗാമിൽ ഒമർ മത്സരിക്കുന്നത് നാഷണൽ കോൺഫറൻസിൻ്റെ തന്നെ MP ആയ റുഹുള്ളയുടെ കസിനുമായിട്ടാണ്.
അതായത് നാഷണൽ കോൺഫറൻസിലെ തന്നെ നേതാവിൻ്റെ കസിനാണ് ഒമർ അബ്ദുള്ളക്കെതിരെ മത്സരിക്കുന്നത്. ഇതൊരു ഷിയ ഡോമിനേറ്റഡ് ഏരിയ കൂടിയാണ്. അപ്പോൾ ഒരു ഷിയ ഡോമിനേറ്റഡ് ഏരിയയിൽ ഷിയ വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയുള്ള സമയത്ത് എങ്ങനെ ഒമർ വിജയിച്ചു വരുമെന്നൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒമർ എല്ലാ ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ച് എല്ലാ തരത്തിലും തൻ്റെ പാർട്ടിയെയും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തെയും തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ രണ്ടിടത്തും വിജയിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ്. അത് ഒരുപക്ഷെ നാഷണൽ കോൺഫറൻസിൻ്റെ അപാരമായ ഒരു ജൈത്രയാത്ര ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ വിജയത്തെക്കാൾ കോൺഗ്രസിൻ്റെ ഇന്ന് വന്ന റിസൾട്ടിൽ കോൺഗ്രസിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ സഹായിച്ചത് നാഷണൽ കോൺഫറൻസിൻ്റെ ഒരു ഗംഭീര പ്രകടനം കൂടിയായിരുന്നു എന്ന് തോന്നുന്നു. ഇതിൽ ഞാൻ ഒരു കാര്യം എഴുതിയോട്ടെ. ഉമർ ഇത്തവണ മത്സരിക്കില്ല എന്നാണ് ഫാറൂഖ് അബ്ദുള്ള ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിച്ചത്. ഫാറൂഖ് അബ്ദുള്ള മത്സരിക്കും, പിന്നീട് സംസ്ഥാന പദവി കിട്ടുമ്പോൾ അദ്ദേഹം രാജിവെച്ച് ഉമർ അവിടെ മത്സരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവിടെ നിന്നാണ് ഉമർ 2 സീറ്റുകൾ മത്സരിക്കുകയും 2ഉം വിജയിക്കുകയും ചെയ്തത്. ഇതിനകത്തിൽ ഉമറാണ് ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്യപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഹൗസ് അറസ്റ്റിലായിരുന്നു ദീർഘകാലം. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് ഒരു പുറത്തുവിടാനോ ഒന്നിനും അദ്ദേഹത്തിനെ അനുവദിക്കാതെ അത്രയും വരിഞ്ഞു മുറിക്കുക ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് തന്ത്രങ്ങൾ പാളി എന്ന കാര്യത്തിൽ പറയാതെ വയ്യ. പക്ഷേ നിയമസഭയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം കശ്മീർ എന്ന സ്ഥാനത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയായിരുന്നു. പക്ഷെ മാത്രമല്ല ലോക്സഭയിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ അവരുടെ അജണ്ടകളിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് കശ്മീർ അതിനുവേണ്ടി ആരുമായി സഹകരിക്കാൻ അദ്ദേഹം തയ്യാർ, BJP ഒഴികെ എന്ന ഒരു ലൈനിലേക്കും അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ജമ്മു കാശ്മീർ നേരത്തെ സനൂപ് പറഞ്ഞെടുത്ത് നിന്ന് ഞാൻ തുടങ്ങണം. അത് ജമ്മു കാശ്മീരിൽ ജമ്മു മേഖലയിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് ദേശീയ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഈ മഞ്ഞുകാലത്ത് തലസ്ഥാനം മാറ്റുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, വർഷങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. ഒരു സുപ്രഭാതത്തിൽ ഇപ്പോഴത്തെ ലഫ്റ്റനൻറ്റ് ഗവർണർ അതങ്ങ് റദ്ദാക്കുന്നതോടുകൂടി ഈ ജമ്മുവിലേക്ക് ആളുകൾ എത്തുന്ന ഒരു യാത്രയുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എല്ലാവരും ബന്ധുക്കളെ കാണാനും മറ്റുമൊക്കെ പോകുന്നൊരു യാത്രയുണ്ടായിരുന്നു. ആ യാത്ര അവസാനിച്ചു. അതോടൊപ്പം തന്നെ ജമ്മുവിലെ വ്യാപാരത്തെ അത് വലിയ രീതിയിൽ ബാധിച്ചു. അതോടുകൂടി അത് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ ഈ ഒമറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒമർ അബ്ദുള്ള ഇത്തവണ സ്വീകരിച്ച ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എല്ലാ ഈ പ്രധാനപ്പെട്ട മതേതര പാർട്ടികളെയും ഒരുമിച്ച് നിർത്തുക. അതായത് കോൺഗ്രസുമായിട്ട് 4 ഒരു സൗഹൃദ മത്സരമൊക്കെ നാഷണൽ കോൺഫറൻസ് നടത്തുന്നുണ്ട്. ആരും പിണക്കാതെ, ജമ്മുവിൽ ആരും പിണക്കാതെ തന്നെ മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ് ഒമർ അബ്ദുള്ള മൊത്തം സ്വീകരിച്ചത്. നമ്മളങ്ങനെ നോക്കുമ്പോൾ യൂസഫ് തരിഗാമിക്ക് സീറ്റ് കൊടുക്കുന്നു, പാന്തേഴ്സ് പാർട്ടിക്ക് സീറ്റ് കൊടുക്കുന്നു. അങ്ങനെ ആ രീതിയിൽ കോൺഗ്രസിനെ കൂടെ നിർത്തി മുന്നോട്ട് പോകാൻ, അതായത് ഒമർ അബ്ദുള്ള വിചാരിച്ച ഒരു തന്ത്രം എന്ന് പറയുന്നത് ജമ്മു കോൺഗ്രസ് പിടിക്കുക, കോൺഗ്രസിനെ കൊണ്ട് ജമ്മുവിലെ BJPയുടെ ആധിപത്യം തകർക്കുക. പക്ഷേ അത് സംഭവിച്ചില്ല. BJP വലിയ രീതിയിൽ അവിടെ ആ ആധിപത്യം നിലനിർത്തുക തന്നെ ചെയ്തു. പക്ഷേ നുഴഞ്ഞു കയറാൻ പറ്റി എന്നുള്ള ഒരു വിജയമുണ്ട്. പക്ഷേ കോൺഗ്രസ്സിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ തിരിച്ചടിയാണ്. അതായത് വളരെ സീറ്റ് കുറവാണ്. പക്ഷേ ഒരു നാഷണൽ കോൺഫറൻസിൻ്റെ ചിറകിലേറി വിജയിക്കാം, അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തിൽ വിജയിച്ചു എന്നുള്ളത് അവർക്ക് അവകാശപ്പെടാം. മാത്രമല്ല കോൺഗ്രസ് നടത്തിയ പ്രവർത്തനങ്ങളുമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഇടയ്ക്ക് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ തന്നെ പരാതി പറഞ്ഞിരുന്നു, നാഷണൽ കോൺഫറൻസ് ഞങ്ങളുടെ പ്രചരണത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉയർത്തിയിരുന്നു. പക്ഷേ അതെല്ലാം രാഹുൽ ഗാന്ധിയും ഒമർ അബ്ദുള്ളയും ഇടപെട്ട് പരിഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇടയ്ക്ക് ഒമർ അബ്ദുള്ള തന്നെ പരസ്യമായി രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കശ്മീരിലല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരേണ്ടത്, നിങ്ങൾ പോകേണ്ടത് ജമ്മുവിലാണ്. അതായത് ജമ്മുവിൽ കൂടുതൽ രാഹുൽ ഗാന്ധി പ്രചരണം നയിക്കണമായിരുന്നു എന്നാണ് ഒമർ അബ്ദുള്ള പറഞ്ഞു വെച്ചത്. എന്തായാലും ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഒമർ അബ്ദുള്ള അവിടെ മുഖ്യമന്ത്രിയായി വരുന്നത്, പരിമിതമായ അധികാരമാണ് കയ്യിലുള്ളത്. പക്ഷേ ആ പരിമിതമായ അധികാരവുമായി ഒമർ അബ്ദുള്ള അധികാരത്തിലേക്ക് വരുന്നത് BJPയെ സംബന്ധിച്ച് തലവേദന സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ്. കാരണം നാഷണൽ കോൺഫറൻസ് എപ്പോഴും ആവശ്യപ്പെടുന്നത് സ്വതന്ത്ര പദവിയുള്ളൊരു സംസ്ഥാനം എന്നുള്ള ആവശ്യമാണ്. ആ ആവശ്യം കൂടുതൽ ശക്തമാവാൻ പോവുകയാണ്. അതായത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ഇനി ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് തുടക്കമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിലൊരു ചില കാര്യം ആഡ് ചെയ്യാനുള്ളത്, ജമ്മു ഇപ്പോൾ NC കോൺഗ്രസ് സർക്കാർ
കശ്മീർ ജമ്മു കാശ്മീരിന്റെ അധികാരത്തിൽ വന്നാലും അത്ര സുഗമമായിരിക്കില്ല മുന്നോട്ട് പോകുക എന്ന കാര്യം നമുക്ക് ഡൽഹിയുടെ എക്സാമ്പിൾ വെച്ചിട്ടാണ്. കാരണം ലഫ്റ്റനന്റ് ജനറൽ അയാൾ അവിടെ ഇരിപ്പുണ്ട്, അയാളെ തീരുമാനിക്കും, അയാളെ കേന്ദ്രം തീരുമാനിക്കും, അയാൾ എങ്ങനെ ഏത് ഭാഗത്തേക്ക് ഏത് സിഗ്നൽ കാണിക്കണം എന്നത് കേന്ദ്രം തീരുമാനിക്കും. അപ്പോൾ എത്രത്തോളം ഇതൊരു പ്രാവർത്തികമാകും അല്ലെങ്കിൽ എത്രത്തോളം സുഖകരമായ ഒരു മുന്നോട്ട് പോക്കുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ വീണ്ടും ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് കശ്മീർ പോകുമോ എന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ തവണയും നമുക്കറിയാം PDPയും നാഷണൽ കോൺഫറൻസും സഖ്യം ചേർന്നുകൊണ്ട് സർക്കാർ രൂപീകരിക്കാൻ നിൽക്കുമ്പോഴാണ് അവിടെ പ്രസിഡന്റ് റൂൾ വരികയും ഇതെല്ലാം അട്ടിമറിക്കുകയും ചെയ്തത്. അതുകൊണ്ട് കേന്ദ്രത്തിന് നമുക്കൊരിക്കലും ഇക്കാര്യത്തിൽ എന്തായിരിക്കും ഇനി അവരുടെ മനസ്സിലുള്ളത് എന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണർ എടുക്കുന്ന നിലപാടുകൾ വലിയ തോതിൽ പ്രതിഷേധത്തിന് ഏറ്റവും പ്രധാനം നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഇപ്പോൾ കശ്മീരിലെ സാധാരണ നമ്മൾ കേട്ടിരുന്നത് താഴ്വരയിലാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടുതലുള്ളത്. പക്ഷേ ഇപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്ത് ജമ്മുവിലോട്ട് വന്നു. ആ ജമ്മുവിലെ കാശ്മീർ വാലിയെ ഞങ്ങൾ പൂർണ്ണമായും തീവ്രവാദം മുക്തമാക്കി എന്ന് BJP അവകാശപ്പെട്ടിടത്താണ് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഈ സാധനം ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുപോലും ഒരു തിരഞ്ഞെടുപ്പ് അവരുടെ സ്ട്രാറ്റജി ആണോ എന്ന് പലരും സംശയം തന്നെ ഉയർത്തിയിരുന്നു. ജനങ്ങൾക്ക് ആവശ്യം സ്വതന്ത്രമായി സംസാരിക്കാനും അല്ലെങ്കിൽ ജീവിക്കാനുമുള്ള അവകാശമാണ്. അത് ഇല്ലാതാകുന്നു എന്നതിൻ്റെ എന്നുള്ളൊരു പ്രതിഫലനമാണ് അപ്പോൾ റിസൾട്ടിൽ ജനങ്ങൾ തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇതിൽ നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പരാജയപ്പെട്ടു പോയ ചില പാർട്ടികൾ അവിടെയുണ്ട്. PDP ഉണ്ട്. ജയിലിൽ നിന്ന് ജാമ്യത്തിൽ വന്നുകൊണ്ട് ഇടക്കാല ജാമ്യം എടുത്തു വന്ന് പ്രചാരണം നടത്തുകയും ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നുകൊണ്ട് BJP വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുന്ന എഞ്ചിനീയർ റഷീദ് എഞ്ചിനീയറിംഗ് അവിടെ വിജയിച്ചില്ല. അതെ, അങ്ങനെ കുറച്ച് ബുഗാരിയുടെ പാർട്ടി ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പാർട്ടികൾ ജമ്മു കാശ്മീരിന് വേണ്ടി ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള പോക്കിലുണ്ടാവുക? അവരെ ഒമർ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒമറിന് സാധിക്കുമോ, അല്ലെങ്കിൽ അവർ ഒമറിൻ്റെ കൂടെ നിൽക്കുമോ എന്ന കാര്യങ്ങളും അത് ചോദ്യമാണ്. അതുപോലെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടി 34 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അതുപോലെ ജമാഅത്തെ 10ഓളം സീറ്റുകളിൽ സ്വതന്ത്രരായിട്ട് എഞ്ചിനീയർ റഷീദിന്റെ പിന്തുണയോടുകൂടി തന്നെ മത്സരിക്കുന്നുണ്ട്. അതൊരു ഭാഗത്തുണ്ട്. അതുപോലെ PDPയിൽ മുഫ്തിയുടെ മകൾ ഇൽത്തിജ തന്നെ തോൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ PDP ഗുലാം നബി ആസാദിന്റെ പാർട്ടിയുണ്ട്. അതെ, അതുകൊണ്ട് ഒരു ഭാഗത്ത്. അതുപോലെ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, 2014 25 സീറ്റുകൾ നേടിയ പാർട്ടിയാണ് PDP. 28 സീറ്റ് നേടിയ പാർട്ടിയാണ് PDP. 25 BJPക്കായിരുന്നു. അപ്പോൾ BJPയുമായി ചേർന്നാണ് അവർ സർക്കാർ രൂപീകരിക്കുന്നത്. ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്നത് 6 മുതൽ 11 സീറ്റ് വരെ PDPക്ക് ലഭിക്കുന്നതാണ്. 6 പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 സീറ്റുകളിലേക്ക് PDP ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ജമ്മു കാശ്മീരിൽ മൊത്തത്തിൽ ഈ മാറ്റമുണ്ട്. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിൽ വരാൻ പോകുന്ന സർക്കാരിനുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സമാധാനം എന്ന് പറയുന്നത്, BJPക്ക് 30 തൊടാൻ സാധിച്ചില്ല എന്നൊരു സമാധാനത്തിലാണ് അവർ ഇരിക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ പ്രൊവിഷൻസും അവിടെ നിലനിൽക്കുന്നുണ്ട്. കുൽഗാമിലെ വിജയത്തെക്കുറിച്ച് പറയാതിരിക്കാൻ ആവില്ല. യൂസഫ് തരിഗാമി CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, അദ്ദേഹം തുടർച്ചയായി അവിടെ 96 ജയിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം ജസ്റ്റ് 300 ചില്ലാനം വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചു കയറുന്നത്. ഇത്തവണ അദ്ദേഹം പരാജയപ്പെടുമെന്നൊരു ഇതുണ്ടായിരുന്നു. കാരണം ജമാഅത്തെ ഇസ്ലാമി അവിടെ സ്ഥാനാർത്ഥി നിർത്തിയത്, അതിന് എഞ്ചിനീയറുടെ പാർട്ടി പിന്തുണ കൊടുത്തോടുകൂടി CPMന് അവിടെ പരാജയം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. പക്ഷെ വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ച് കയറിയിരിക്കുന്നു. അതായത് കശ്മീരികൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ആരാണ് അനുച്ഛേദം 370 റദ്ദ് ചെയ്തപ്പോൾ അവരുടെ കൂടെ നിന്ന്. തരിഗാമിയാണ് ഏറ്റവും കൂടുതൽ ആദ്യം ഹൗസ് അറസ്റ്റിൽ പോകുന്ന നേതാവ് അദ്ദേഹമായിരുന്നു. കോടതിയിൽ പോയത് അദ്ദേഹമാണ്. സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ അദ്ദേഹത്തെ കാണാൻ വരികയാണ്. അപ്പോൾ തരിഗാമി നടത്തിയ പോരാട്ടം അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി. കഴിഞ്ഞ തവണ തന്നെ ഡിലിമിറ്റേഷൻ നടത്തിയോണ്ടാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും അവിടെ ആ CPMന്റെ ചെങ്കൊടി അവിടെ പാറി. അതിലേറ്റവും ശ്രദ്ധേയം ഇത്തരത്തിലുള്ള വിഘടനവാദം പറഞ്ഞുകൊണ്ടിരുന്ന പല സംഘടനകളെയും അല്ലെങ്കിൽ പല പാർട്ടികളെയും ചെറുത്തു തോൽപ്പിച്ച് നേരിട്ട് തോൽപ്പിച്ചിട്ട് തന്നെയാണ് ഇത്തവണ NC ആയാലും CPM ആയാലും ഇവരെല്ലാവരും തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. PDP ഇപ്പോഴും അവരുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ചെയ്ത കളങ്കം മായ്ച്ചുകളാൻ അവർക്ക് ആയിട്ടില്ല എന്ന് തന്നെയാണ് ഈ അവരുടെ പരാജയത്തിന് കാരണം. കഴിഞ്ഞ BJPയെ ഒരു തരത്തിലും അധികാരത്തിൽ കൊണ്ടുവരാൻ കാശ്മീരികൾ ആഗ്രഹിച്ചിരുന്നില്ല. അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയും വഞ്ചിച്ചതിനുള്ള 370 എടുത്ത് കളയുന്നതിലേക്ക് അടക്കം അവിടെ ഒരു നിയമസഭ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്നതൊന്നും നടക്കില്ലായിരുന്നു. അതില്ലാത്ത രീതിയിലേക്ക് മാറ്റുകയും ചെയ്ത് അവരുടെ രണ്ട് കുടുംബങ്ങൾക്കിടയിലുള്ള പ്രശ്നം മാത്രമാണ്. അത് മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഒമറിൻ്റെതായിട്ട് പുറത്തു വന്നില്ല. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ അവരുടെ പിന്തുണ ചോദിച്ചില്ല, അവർ ഞങ്ങളെ സഹായിച്ചിട്ടില്ല. പക്ഷെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനി നോക്കാം എന്ന ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് PDPക്കും വേണമെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ ദേശീയത്തിലുണ്ട്. പക്ഷേ
പറയുന്ന NC-യുടെ നിയന്ത്രണത്തിൽ നിൽക്കുമോ മുഫ്തി എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവരും കൂടെ ചേരാം. അതെ, ഇതിലിനി വളരെ ആകാംക്ഷയോടെ കാണാനിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. ഇനി മഹാരാഷ്ട്ര ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, അതിനുശേഷം 2025 വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ. പ്രധാനപ്പെട്ടത് ബീഹാറുണ്ട്, ഡൽഹിയുണ്ട്. പിന്നെ അങ്ങോട്ട് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പുകളാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദ്യമുണ്ട്. ഇന്നലെ വരെ, അതായത് എക്സിറ്റ് പോളുകളാണ് ശരിയാവാൻ പോകുന്നതെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു തിരിച്ചുവരവ് ഉത്തരേന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ഈ രണ്ട് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഊർജ്ജം, രണ്ട് ക്യാമ്പുകളിലും നൽകുന്ന ഊർജ്ജം ചില്ലറയില്ല. ഒരു ക്യാമ്പിന് BJP ക്യാമ്പിന് ഹരിയാനയുടെ റിസൾട്ട് മാത്രം മതി, വലിയൊരു ഊർജ്ജമാണ്. ഇനി മഹാരാഷ്ട്രയിലേക്ക് അവർക്ക് ഇറങ്ങാം, ജാർഖണ്ഡിലേക്ക് ഇറങ്ങാം. അതേസമയം കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇരുന്ന് ചിന്തിക്കാനുള്ള വകുപ്പുണ്ട് അവിടെ. ഒരു ഒറ്റ കരയടി ഉണ്ടെന്നറിയോ, നരേന്ദ്രമോദി എന്ന ഫിഗറിനെ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്ന ഒരു തെളിവായി വേണമെങ്കിൽ BJP-കാർക്ക് ഇത് ഉയർത്തിക്കാണിക്കാൻ സാധിക്കുമെന്നൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഡിമിനിഷിംഗ് സ്റ്റേജിലേക്ക് നരേന്ദ്രമോദി എന്ന ഫിഗർ മാറാൻ പോവുകയാണോ എന്ന ചർച്ചകൾ ആരംഭിച്ച് അത് ഏകദേശം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അത് അപ്രതീക്ഷിതമായ ഒരു ആൻറ്റി ക്ലൈമാക്സ് സംഭവിക്കുന്നു. നരേന്ദ്രമോദി ഇന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്നത് ഒരു താരപരിവേഷത്തോടു കൂടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് എന്താകും ഇനി ഏത് ഷോയും സ്വന്തമാക്കി മാറ്റാൻ അത്രയും പ്രഗത്ഭനും അതിനുള്ള കഴിവുമുള്ള ശേഷിയുമുള്ള ആളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ഇനി എന്താകും അടുത്ത തെരഞ്ഞെടുപ്പുകളിലെ വിധി എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഇനി വരുന്ന കാലത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തെ നിർണ്ണയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.